ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഈ ചാനൽ. ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഞാൻ എൻ്റെ യൂട്യൂബ് ജേണിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിന് വേണ്ടി ഞാൻ കുറച്ച് സംഭവങ്ങൾ വാങ്ങിയിട്ടുണ്ട്, അതുകൂടി ഞാനൊന്ന് കാണിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന കൂട്ടുകാരിൽ പലർക്കും യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്ന് ആഗ്രഹമുള്ളവരായിരിക്കും അല്ലേ. അപ്പോൾ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത് എങ്ങനെയാണ് വീഡിയോ ഷൂട്ട് ചെയ്തത് എന്നുള്ളതൊക്കെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വാങ്ങിയിട്ടുള്ളത് എന്നുള്ളത് ആദ്യം തന്നെ നമുക്കൊന്ന് നോക്കാം. അതിനുശേഷം ബാക്കി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം കേട്ടോ. ഒത്തിരി നാളായിട്ട് ഞാൻ വാങ്ങാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്ന ഒരു സംഭവമാണിത്. അതായത് ട്രൈപോഡല്ല, ഇത് ആക്ച്വലി സ്റ്റാൻഡാണ് കേട്ടോ. നമ്മുടെ റിംഗ് ലൈറ്റും അതുപോലെ ക്യാമറയൊക്കെ ഫിക്സ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ള നല്ല ക്വാളിറ്റി ഉള്ള സ്റ്റാൻഡാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങാൻ വേണ്ടി നോക്കിയപ്പോൾ എനിക്കതിൻ്റെ ക്വാളിറ്റി എത്രത്തോളം വരും എന്നുള്ള കാര്യത്തിൽ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഞാനിവിടെ ഷോപ്പിൽ പോയിട്ട് ഡയറക്റ്റ് വാങ്ങിയിട്ടുള്ളതാണ്. ഇപ്പോൾ ഇതേ രീതിയിലുള്ള 2 സ്റ്റാൻഡ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് എന്തിനാന്നുള്ളത് നമുക്ക് വഴിയെ നോക്കാം. കണ്ടില്ലേ, രണ്ടും സെയിം സംഭവം തന്നെയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഫിക്സ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. അതിനു മുമ്പ് നമുക്ക് ഈ ഒരു ഗിഫ്റ്റ് ബോക്സിൽ പാക്ക് ചെയ്തിട്ടുള്ളത് എന്താണ് എന്നുള്ളത് കൂടി നോക്കാം. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഏതൊരു വർക്കും കുറച്ചുകൂടി മെച്ചപ്പെടുത്തി ചെയ്യണം എന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹമായിരിക്കും അല്ലേ. അപ്പോൾ ആ ഒരു ആഗ്രഹം കൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു സംഭവം വാങ്ങിയിട്ടുള്ളത്. ഇത് മറ്റൊന്നല്ല, റിംഗ് ലൈറ്റാണ്. ഒത്തിരി നാളായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമാണ് കേട്ടോ ഈ ഒരു റിംഗ് ലൈറ്റ് വേണം എന്നുള്ളത്. അപ്പോൾ ഞാനിവിടെ MJ38 വരുന്ന RGB LED സോഫ്റ്റ് റിംഗ് ലൈറ്റാണ് വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് എന്ന് പറയുന്നത് 2400 രൂപയാണ്. നമുക്ക് അവർ 1900 രൂപയ്ക്കാണ് ഈ ഒരു റിംഗ് ലൈറ്റ് തന്നിട്ടുള്ളത്. ഇതിപ്പോൾ റിംഗ് ലൈറ്റ് മാത്രമേ ഉള്ളൂ, ഇതിൻ്റെ സ്റ്റാൻഡ് ഇല്ല. സ്റ്റാൻഡ് നമ്മൾ സെപ്പറേറ്റ് വാങ്ങണം കേട്ടോ. അപ്പോൾ ഒരു സ്റ്റാൻഡിൻ്റെ വില വരുന്നത് 600 രൂപയാണ്. അവർ നമുക്ക് 400 രൂപയ്ക്കാണ് ഓരോ സ്റ്റാൻഡും തന്നിട്ടുള്ളത് കേട്ടോ. പക്ഷേ നല്ല വലിപ്പമുള്ള റിംഗ് ലൈറ്റ് തന്നെയാണ് കേട്ടോ. ഇത് ഒരു 16 ഇഞ്ചോളം ലെങ്ത്ത് വരുന്നുണ്ട് ഈ ഒരു റിംഗ് ലൈറ്റിന്. അപ്പം നമ്മൾ ആമസോണിൽ നോക്കിയ സമയത്ത് 10 ഇഞ്ച് 12 ഇഞ്ച് അങ്ങനെയൊക്കെ ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അത്യാവശ്യം നല്ല ലൈറ്റിനൊക്കെ എബോ 3000ൻ്റെ മുകളിലേക്കാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ തന്നെ ഡയറക്റ്റ് പോയി വാങ്ങിച്ചത് കാരണം നമുക്കതിൻ്റെ ക്വാളിറ്റി കറക്റ്റ് ചെക്ക് ചെയ്ത് വാങ്ങാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്ക് ഫിക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ നമ്മുടെ സ്റ്റാൻഡാണ് കറക്റ്റ് ഒന്ന് ഫിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല നീളമുണ്ട് കേട്ടോ. നല്ല നീളം എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എത്രത്തോളം ലെങ്ത്ത് വരുന്നുണ്ട് എന്നുള്ളത്. ഇതുപോലെ ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ മുകൾ വശത്തായിട്ട് നമുക്കില്ലേ ഫോൺ ഹോൾഡർ ക്ലിപ്പ് കൂടി യൂസ് ചെയ്യണം കേട്ടോ. എങ്കിൽ മാത്രമേ നമ്മുടെ ഫോൺ അവിടെ കറക്റ്റ് സെറ്റായിട്ട് നിൽക്കുകയുള്ളൂ. ഫോണാണെങ്കിലും ക്യാമറ ആണെങ്കിലും ഒക്കെ നമുക്ക് എന്താണോ വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള ക്ലിപ്പുകൾ വാങ്ങി യൂസ് ചെയ്യണം. ഇതിപ്പോൾ ഏകദേശം ഒരു 8 അടിയോളം നീളം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. പ്ലാസ്റ്റിക് ഒന്നല്ല ചെയ്തിട്ടുള്ളത്, അലൂമിനിയത്തിനെ പോലെയുള്ള എന്തൊരു സംഭവം വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളതെന്ന് തോന്നുന്നു. കറക്റ്റ് എന്താണെന്നുള്ളത് എനിക്കറിയില്ല. കണ്ടില്ലേ, ഇനി നമുക്ക് ഇതിൻ്റെ ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകൾ വശത്തായിട്ട് നമ്മുടെ ഫോൺ ഹോൾഡർ ക്ലിപ്പ് വെച്ച് കൊടുക്കണം. അപ്പോൾ ഞാനുണ്ടല്ലോ നമ്മുടെ ക്ലിപ്പിനെ റൊട്ടേറ്റ് ചെയ്യാനുള്ള ആ ഒരു സംഭവം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു ഹെഡ് മാത്രമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഫിക്സ് ചെയ്ത് കാണിക്കാം. രീതിയിൽ ഫിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ഫോൺ ഏത് പൊസിഷനിലാണ് വെക്കേണ്ടത് എന്നുള്ളത് നോക്കിയിട്ട് കറക്റ്റ് നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഫോണിൽ തന്നെയാണ് കേട്ടോ വീഡിയോസ് എല്ലാം ഷൂട്ട് ചെയ്യാറ്. അപ്പോൾ അത് കാരണം ഞാനിവിടെ ഫോൺ തന്നെയാണ് വെക്കുന്നത്. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ ഞാനിവിടെ ഒരു ഫോൺ വെച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇതുപോലെ വലിച്ച് നമ്മുടെ ഫോൺ നമുക്ക് അകത്തേക്കായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഫോണിൻ്റെ ആംഗിളിൽ നമുക്ക് വ്യത്യാസം വരുത്താനൊന്നും പറ്റില്ല. ഇതിപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് നിന്നിട്ട് എന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിലൊക്കെ തന്നെ ഈ ഒരു ഹോൾഡർ കൊണ്ട് കാര്യമുള്ളൂ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളവിടെ ബെൻഡ് ചെയ്യുന്ന ടൈപ്പിലുള്ള ഒരു ക്ലിപ്പ് കൂടി വാങ്ങേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് വാങ്ങിയിട്ടില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് ഓൾറെഡി ഒരു സെൽഫി സ്റ്റിക്ക് ഉണ്ട് കേട്ടോ. ഞാൻ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സെൽഫി സ്റ്റിക്കാണ്. ഞാനത് ഉപയോഗിക്കാറൊന്നുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് ഇതിൻ്റെ മുകൾ വശത്തായിട്ട് വെച്ച് കൊടുക്കാമെന്ന്. അതുകൊണ്ടാണ് ഞാൻ ആ റൊട്ടേറ്റർ വാങ്ങാഞ്ഞത്. ഞാനിതൊന്ന് ഊരി മാറ്റിയതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സെൽഫി സ്റ്റിക്ക് ഇതിൻ്റെ മുകൾ വശത്തായിട്ട് വെച്ച് കാണിക്കാം. അപ്പോൾ കണ്ടില്ലേ, അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സെൽഫി സ്റ്റിക്ക് തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ ഹെഡിൻ്റെ ആ ഒരു ഭാഗത്ത് ഒരല്പം പൊട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഹെഡ് മാത്രം അതുകൊണ്ടാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അതായത് നമ്മുടെ ഫോൺ ഹോൾഡർ ക്ലിപ്പ് കേട്ടോ. അപ്പോൾ നമുക്ക് എത്രത്തോളം ലെങ്ത്തിലാണ് വേണ്ടത് എന്നുള്ളത് നോക്കി അഡ്ജസ്റ്റ് ചെയ്ത് ഇതിൻ്റെ മുകൾ വശത്തായിട്ട് ഞാനിതേ
ഇതുപോലെ നമ്മുടെ സെൽഫി സ്റ്റിക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ശേഷം നമുക്കിതിൻ്റെ മുകൾ വശത്ത് ഫോൺ വെച്ച് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫോണിനെ ഏതൊരു ആംഗിളിലേക്ക് വേണം എന്നുണ്ടെങ്കിലും ഏതൊരു പൊസിഷനിലേക്ക് വേണം എന്നുണ്ടെങ്കിലും നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് കട്ടിങ്ങിനാണെങ്കിലും സ്റ്റിച്ചിങ്ങിനാണെങ്കിലും ഒക്കെ ക്യാമറയുടെ പൊസിഷൻ എന്ന് പറയുമ്പോൾ ഒരു 70 ഡിഗ്രിയിലൊക്കെ ആയിരിക്കും വെക്കേണ്ടത്. അപ്പോൾ അത് കാരണമാണ് ഞാൻ ഈ ഒരു ടൈപ്പിൽ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് നമ്മൾ വാങ്ങിച്ചിട്ടുള്ള റിംഗ് ലൈറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ റിംഗ് ലൈറ്റിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഇതുപോലെ നമ്മുടെ ഒരു മൊബൈൽ വെക്കാനുള്ള ഹോൾഡറും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെയ്യുന്ന ടൈപ്പിലുള്ള വീഡിയോസിന് എനിക്ക് ഈ ഒരു റിംഗ് ലൈറ്റിനോടൊപ്പം വരുന്ന സ്റ്റാൻഡ് കിട്ടിയിട്ട് കാര്യമില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ലൈറ്റ് ഒരു ഭാഗത്തും നമ്മുടെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഒരു ഭാഗത്തും വെച്ചിട്ടായിരിക്കും. അപ്പോൾ അത് കാരണമാണ് ഞാൻ സെപ്പറേറ്റ് 2 സ്റ്റാൻഡ് വാങ്ങിച്ചിട്ടുണ്ട്. കിട്ടിയിട്ടുള്ള കേബിൾ വയറുകൾ തമ്മിലൊന്ന് ജോയിൻ ചെയ്തതിന് ശേഷം നമുക്കൊന്ന് പവർ ഓൺ ആക്കി നോക്കാം കേട്ടോ. അപ്പോൾ അതിനു മുമ്പേ ഞാനിവിടെ നമ്മുടെ ഈ ഒരു റിംഗ് ലൈറ്റിനെ നമ്മുടെ സ്റ്റാൻഡിൻ്റെ മുകൾ വശത്തായിട്ടൊന്ന് ജസ്റ്റ് ഫിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്കിതിൻ്റെ ബാക്കി ഫങ്ഷൻസ് ഒക്കെ ഈ ഒരു സംഭവത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇനിയിപ്പോൾ ഇതിനോടൊപ്പം നമുക്കൊരു റിമോട്ടും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ റിമോട്ട് വെച്ചിട്ട് യൂസ് ചെയ്യേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ റിമോട്ട് ചെയ്ത് നോക്കുന്നില്ല കേട്ടോ. ജസ്റ്റ് ഞാനിതിപ്പോൾ അൺബോക്സ് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ അത് കാരണം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതൊന്നും എനിക്കറിയില്ല. ഞാൻ ജസ്റ്റ് ഇതിൽ തന്നെ എത്രത്തോളം ലൈറ്റ് വരുന്നുണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇവിടെ ഇപ്പോൾ ഒത്തിരി കളറിൽ നമുക്ക് ഈ ഒരു ലൈറ്റ് ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ബ്രൈറ്റ്നസ് കൂട്ടി വെക്കാനും കുറച്ച് വെക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്കിതിപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതിനു മുമ്പ് റിംഗ് ലൈറ്റൊന്നും യൂസ് ചെയ്തിട്ടില്ല. അത് കാരണമായിരിക്കാം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്തായാലും സംഭവം. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ലൈറ്റ് കൂടി ഒന്ന് കാണിക്കാം. ഞാനിത് വാങ്ങിയിട്ടുള്ള ഷോപ്പിൻ്റെ അഡ്രസ്സും ഡീറ്റെയിൽസും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. ആ ഒരു ഷോപ്പിൽ ഇത് മാത്രമല്ല മൊബൈൽ ഫോൺസും അതിൻ്റെ ആക്സസറീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറയുന്നില്ല. ഞാൻ ജസ്റ്റ് അവരുടെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ആ നമ്പറിലൊന്ന് കറക്റ്റ് ഒന്ന് വിളിച്ച് ചോദിച്ചതിന് ശേഷം പോയി വാങ്ങിച്ചോളൂ. അപ്പോൾ എന്തായാലും ഈ ഒരു സംഭവം അടിപൊളി ആയിട്ടുണ്ട്. കണ്ടില്ലേ, കളേഴ്സൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ബ്രൈറ്റ്നസ് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ പറ്റുന്നുണ്ട്. ഒത്തിരി കളേഴ്സും അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയും നാൾ ഞാൻ റിംഗ് ലൈറ്റിനും പകരം വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എന്താണ് ഉപയോഗിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ LED ബൾബല്ലേ, അതൊന്ന് വൈറ്റ് തുണി വെച്ചിട്ട് പൊതിഞ്ഞിട്ട് അത് വെച്ചിട്ടാണ് ഞാൻ ഇത്രയും കാലം വീഡിയോ ഷൂട്ട് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഞാനിവിടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ഒരു 7 മാസത്തോളം ഉപയോഗിച്ചിട്ടുള്ള ട്രൈപോഡ് ഏതാണ് എന്നുള്ളതാണ് കാണിക്കുന്നത്. ജസ്റ്റ് ഇതുപോലൊരു കാർഡ്ബോർഡ് വെച്ചിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്ന ഒരു ഫോൺ ഹോൾഡർ സ്റ്റാൻഡാണിത്. അപ്പോൾ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല എന്ന് എനിക്ക് തന്നെ അറിയാം. എങ്കിലും ഞാൻ ഒരു 7 മാസത്തോളം ഈ ഒരു ബോക്സിൽ വെച്ചിട്ട് തന്നെയാണ് വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിപ്പോൾ സെയിം ബോക്സ് അല്ല കേട്ടോ. ആ ബോക്സ് എൻ്റെ അടുത്തൊന്നും നഷ്ടപ്പെട്ടു, ചീത്തയായിപ്പോയി. അപ്പോൾ ഞാനിത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അതേ രീതിക്ക് ഒന്ന് ഉണ്ടാക്കിയെടുത്ത് എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതേ കണ്ടില്ലേ, ഞാനിവിടെ നിന്ന് ജസ്റ്റ് ഫോൺ വെച്ച് കാണിക്കുകയും കൂടി ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഫോൺ എത്രത്തോളം നീളവും വീതിയും ഉണ്ട് എന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് വേണം ഈ ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കാൻ. അതുപോലെ ഫോൺ മുകൾ വശത്തേക്കായിട്ട് മറിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടി ഞാൻ കണ്ടില്ലേ ഒരു ഹോൾഡർ പോലെയും കൂടി വച്ച് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫോണിൻ്റെ സെയിം നീളവും വീതിയൊന്നും നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പാടില്ല. ഫോണിൻ്റെ വീതി എത്രത്തോളം വരുന്നുണ്ട് അതിൻ്റെ പകുതി മാത്രമേ നമ്മൾ ഇതുപോലെ കട്ടിട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഫോണിൻ്റെ നീളവും അതുപോലെ പകുതി മാത്രം തന്നെ നമ്മളിവിടെ കട്ടിട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഫോൺ വെച്ചെടുക്കാനുള്ള കറക്റ്റ് ഗ്യാപ്പ് തന്നെ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ കറക്റ്റ് നിൽക്കില്ല, ഫോൺ ലൂസായി പോവും. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ബോക്സിൻ്റെ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു കാർഡ്ബോർഡ് ബോക്സിൻ്റെ താഴ്വശത്തായിട്ട് ഞാൻ വേറെ എന്തെങ്കിലും ബോക്സ് വെച്ചിട്ടൊക്കെ ചെരിച്ച് വെച്ചിട്ടായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഫിക്സഡ് പൊസിഷനിലല്ലാതെ ഇതെനിക്ക് ഉയർത്താനും താഴ്ത്താനും ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം ഒരു 2 മാസം കൊണ്ട് തന്നെ ഒരു 4000 സബ്സ്ക്രൈബേഴ്സും അതുപോലെ മോണിറ്റൈസേഷനൊക്കെ എനബിൾ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് റെഗുലറായിട്ട് വീഡിയോസ് ഇടാൻ പറ്റാത്തത് കാരണം എനിക്ക് പേയ്മെൻറ്റ് വരാൻ ഒത്തിരി ഡിലേ ആയി. യൂട്യൂബ് ചാനൽ തുടങ്ങി ഒരു 7 മാസത്തോളം കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ഫസ്റ്റ് പേയ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ആ ഒരു പേയ്മെൻറ്റ് കിട്ടിയതിന് ശേഷമാണ് ഞാൻ എൻ്റെ ആദ്യത്തെ ട്രൈപോഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അല്ലാതെ യൂട്യൂബിന് വേണ്ടിയിട്ട് ആദ്യമേ തന്നെ ഒരുപാട് പൈസയൊന്നും ഞാൻ ചിലവാക്കിയിട്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല. യൂട്യൂബിൽ നിന്ന് കിട്ടിയിട്ടുള്ള ആ ഒരു പൈസ വെച്ച് തന്നെയാണ് ഞാനിപ്പോൾ യൂട്യൂബിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ വാങ്ങുന്നത് കേട്ടോ. അപ്പം ഞാനിത് ഈ ഒരു കാർഡ്ബോർഡ് ബോക്സ് കണ്ടില്ലേ, ഇതിൻ്റെ താഴ്വശത്തായിട്ട് എന്തെങ്കിലും ബോക്സോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള എന്തെങ്കിലും ഒരു ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു കാർഡ്ബോർഡ് ബോക്സിൻ്റെ പൊസിഷൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ചെരിച്ച് വെച്ചെടുക്കാൻ സാധിക്കും. അതിൽ കൂടുതലൊന്നും ഇതിൽ നിന്നും പറ്റില്ല കേട്ടോ.
അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. ആദ്യമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ആളുകൾ ഒരിക്കലും ഈ ഒരു യൂട്യൂബിന് വേണ്ടിയിട്ട് ഒത്തിരി പൈസയൊന്നും ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. എന്താണെന്ന് വെച്ചാൽ യൂട്യൂബ് എന്ന് പറയുന്നത് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ ഹാർഡ് വർക്കിൻ്റെ മാക്സിമം കൊടുക്കുകയും വേണം. അതിനോടൊപ്പം ലക്ക് എന്ന് പറയുന്നതും ഭയങ്കരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. നന്നായി ഹാർഡ് വർക്ക് ചെയ്യുന്ന പലരും യൂട്യൂബിൽ ക്ലിക്കാവാതെ ഇരിക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ വിഷമം തോന്നും കേട്ടോ. എന്താ വെച്ചാൽ 100% ഹാർഡ് വർക്ക് ഇട്ടിട്ട് എഫേർട്ട് ഇട്ടിട്ട് ഇതിലേക്ക് എന്ന് വെച്ചിട്ട് ഇരിക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാം, എപ്പോഴെങ്കിലും ക്ലിക്കാവും എന്ന് ഓർത്തിട്ട്. പക്ഷേ പ്രതീക്ഷ കൈവിടാതെ ഇങ്ങനെ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ ഏതെങ്കിലും ഒരു വീഡിയോ വൈറലായി കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും ക്ലിക്കാവുന്നതായിരിക്കും. അപ്പോൾ മെയിനായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ യൂട്യൂബിൽ നിന്നുള്ള പേയ്മെൻറ്റ് കിട്ടിത്തുടങ്ങിയതിന് ശേഷം മാത്രം നിങ്ങൾ യൂട്യൂബിന് വേണ്ടിയിട്ടുള്ള ആക്സസറീസും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുക. അതാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. അല്ലാതെ നമുക്ക് പേയ്മെൻ്റ് ഒന്നും വരാതെ നമ്മൾ ഒരുപാട് പൈസ കൊടുത്ത് അതിലേക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ പേയ്മെൻ്റ് ഒന്നും കിട്ടാത്തൊരവസ്ഥ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഭയങ്കരമായിട്ട് വിഷമവും ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങളൊരു യൂട്യൂബർ ആണ്, ചാനൽ ഇതുവരെ ക്ലിക്ക് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ റെഗുലറായിട്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഏതെങ്കിലും ഒരു വീഡിയോ ക്ലിക്കായി കിട്ടിയാൽ നിങ്ങളുടെ ചാനൽ മൊത്തത്തിൽ രക്ഷപ്പെടും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഓരോ ദിവസം വീഡിയോ ഇടുമ്പോഴും നിങ്ങൾക്ക് അതിൽ ഉറച്ച വിശ്വാസം ഉണ്ടായിരിക്കണം ഈ ഒരു വീഡിയോ ആയിരിക്കും വൈറലാവാൻ പോകുന്നത് എന്നുള്ളത് കേട്ടോ. അല്ലാതെ നമ്മൾ വീഡിയോ ഇടുന്ന സമയത്തോ ഞാൻ വീഡിയോ ഇട്ടിട്ട് ആര് കാണാൻ, ആ ഒരു മെൻറ്റാലിറ്റിയിൽ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. തീർച്ചയായിട്ടും ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഭാഗ്യം തീർച്ചയായിട്ടും നിങ്ങളോടൊക്കെ ഒപ്പം ഉണ്ടാവും. ഞാനിപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ ഈ ഒരു കാർഡ്ബോർഡ് ബോക്സും ഈ ഒരു പൊട്ടിയ ട്രൈപോഡൊക്കെ കാണിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ എല്ലാം കിട്ടിയതിന് ശേഷം മാത്രമേ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് തുടങ്ങുകയുള്ളൂ എന്നുള്ള ഒരു മനോഭാവം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റിക്കോളൂ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പം നമ്മുടെ കയ്യിൽ എന്തുണ്ട് അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചിട്ട് മാത്രം നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഭാവിയിൽ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ഫണ്ടൊക്കെ കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നമുക്ക് മാറ്റങ്ങളൊക്കെ വരുത്താൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 7 മാസത്തോളം ഞാൻ ഈ ഒരു കാർഡ്ബോർഡ് ബോക്സിൽ വെച്ചിട്ടാണ് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു സമയം ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് കാരണമാണ് എൻ്റെ ചാനൽ ഇത്രത്തോളം ക്ലിക്കായത് എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങിയിട്ടൊക്കെ എന്തെങ്കിലും കാര്യമുണ്ടോ, വെറുതെ വീഡിയോസ് അങ്ങനെ നമ്മളെ എന്താ പറയുക, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മളെ പിൻവലിക്കാൻ, നമ്മൾ ആ ഒരു കാര്യം ചെയ്യുന്നതിൽ നിന്നും പിൻവലിക്കാൻ ഒത്തിരി പേരുണ്ടാവും. നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്യാമെന്ന് പറയുമ്പോൾ അതിൽ വിരലിൽ എണ്ണാവുന്ന ആളുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എങ്കിൽ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങളിൽ പൂർണ്ണമായിട്ടും വിശ്വസിക്കുക. യെസ്, എനിക്കതിന് പറ്റും, ഞാൻ ചെയ്യുന്ന ജോലി നല്ല വൃത്തിക്ക് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുകയും അതിന് വേണ്ടിയിട്ട് 100% ഹാർഡ് വർക്ക് ചെയ്യുകയും ചെയ്യുക. തീർച്ചയായിട്ടും റിസൾട്ട് നിങ്ങളുടെ ഒക്കെ ഒപ്പം ഉണ്ടാവും. അതുപോലെ ട്രൈപോഡ് വാങ്ങിയതിന് ശേഷം മാത്രമേ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്ത് തുടങ്ങുകയുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു സംഭവം ചെയ്യാൻ ആഗ്രഹമുണ്ട്, അപ്പോൾ അതിനുള്ള അനുകൂലമായിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ കൂടെ ഇല്ല. എന്നാൽ അതൊക്കെ സെറ്റായതിനു ശേഷമേ ഞാൻ ചെയ്ത് തുടങ്ങുകയുള്ളൂ എന്ന് വിചാരിച്ചിരിക്കുന്നതും ഭയങ്കരമായിട്ടുള്ള പൊട്ടത്തരാന്ന് തന്നെ ഞാൻ പറയുള്ളൂ. അപ്പം നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് നിങ്ങൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ഭാവിയിൽ നമുക്ക് അതുകൊണ്ട് എന്തെങ്കിലും ഒരു മെച്ചം ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വരുമാനം വെച്ച് തന്നെ നമുക്ക് ഈ ഒരു യൂട്യൂബിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വേറെ ഏതൊരു പ്ലാറ്റ്ഫോമിന് വേണ്ടിയിട്ടും നല്ല നല്ല പ്രൊഡക്ട്സ് വാങ്ങാനും ഉപയോഗിക്കാനൊക്കെ പറ്റും. അപ്പോൾ ഞാനുണ്ടല്ലോ ഈ ഒരു ട്രൈപോഡും അതുപോലെ സ്റ്റാൻഡും കൂടാതെ എൻ്റെ യൂട്യൂബ് ചാനലിൽ വേണ്ടി വാങ്ങിച്ചിട്ടുള്ള മറ്റൊരു സംഭവം എന്ന് പറയുന്നത് ഫോണാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫോണിൽ വെച്ചിട്ടാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് ഓപ്പോ ഫോണായിരുന്നു. അതിൽ സ്റ്റോറേജ് കുറവായത് കാരണം ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് OnePlus ആണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഈ ഒരു യൂട്യൂബ് ചാനലിൽ നിന്നും റെഗുലറായിട്ട് വരുമാനം വരാൻ തുടങ്ങിയതിന് ശേഷം മാത്രമാണ്. ഒരിക്കലും നമ്മൾ യൂട്യൂബ് ചാനലിനെ വിശ്വസിച്ചിട്ട് ഒരു ലോണോ കാര്യങ്ങളോ ഒന്നും എടുക്കാൻ പാടില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ റെഗുലറായിട്ട് വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുക. നമ്മുടെ വീഡിയോസിന് വ്യൂസ് എത്രത്തോളം കയറുന്നുണ്ട് അതിനൊക്കെ അനുസരിച്ചിട്ടായിരിക്കും നമുക്കുള്ള പേയ്മെൻറ്റ് കിട്ടുക. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, അത്ര തന്നെയുള്ളൂ. ഫിക്സഡ് എമൗണ്ട് ഒന്നും എന്തായാലും യൂട്യൂബിൽ നിന്നും കിട്ടില്ല. നമ്മുടെ വീഡിയോസിന് ഉള്ള വ്യൂസിനനുസരിച്ചിട്ടാണ് എപ്പോഴും പേയ്മെൻറ്റ് വരാം കേട്ടോ. അപ്പോൾ അതുകൂടി ഒന്ന് മനസ്സിൽ വെക്കുക. ഒത്തിരി പണം ആദ്യമേ തന്നെ ഈ ഒരു യൂട്യൂബിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. അതായിരിക്കും എപ്പോഴും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. നിങ്ങളുടെ ചാനലൊക്കെ വൈറലായി ക്ലിക്കായതിന് ശേഷം മാത്രം ഈ ഒരു യൂട്യൂബിന് വേണ്ടിയിട്ട് പണം ചിലവഴിക്കുക.
ഓക്കെ, ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. എനിക്ക് ഞാനിപ്പോൾ ഒരു 2 വർഷത്തിൻ്റെ മുകളിലായി യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട്. അപ്പോൾ അത് കാരണം എൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കുറച്ചെങ്കിലും പോയിൻറ്റ്സ് നിങ്ങൾക്ക് ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ചാനൽ ആദ്യമായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യണേ. മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.